ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പക്ഷേ ആ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് കരകയറണമെന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കും. ആ ആഗ്രഹങ്ങളൊക്കെ അങ്ങനെ നടക്കുമ്പോഴും നമ്മൾ പിന്നെയും പ്രതീക്ഷിക്കുകയാണ്. ഇപ്പോൾ ഇന്നത്തെ പ്രശ്നങ്ങൾ കഴിയുമ്പോൾ നമുക്ക് നാളെ നമ്മുടെ ജീവിതത്തിൽ നല്ലതുണ്ടാവും, നല്ലത് സംഭവിക്കുമെന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ചെയ്യാറുള്ളത്. എല്ലാം ശരിയാവുന്നുള്ള ഒരു നമ്മുടെ ധാരണയാണ്. ഇന്നിങ്ങനെയാണെങ്കിലും നാളെ നല്ലൊരു ദിവസമായിരിക്കുമെന്ന് നമ്മളിങ്ങനെ പ്രതീക്ഷിച്ചു കൊണ്ടേയിരിക്കും. പക്ഷേ പിറ്റേ ദിവസവും നമ്മുടെ ജീവിതത്തിൽ ഇത് തന്നെ ആവർത്തിക്കുകയാണ്. പ്രശ്നങ്ങളാണ്. പിന്നെയും അന്നും ഒന്നും സംഭവിക്കുന്നില്ല. പിന്നെ അതിൻ്റെ തുടർച്ചയായി ഇങ്ങനെ നീങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ എന്തും വ്യത്യസ്തമായിട്ട് ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നില്ല. ഇത് എന്തുകൊണ്ടാണ് ഇന്ന് സംഭവിക്കുന്നതെന്ന് അറിയോ? നമ്മൾ വെറും പ്രതീക്ഷ മാത്രം വയ്ക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ അതിനു വേണ്ടി പ്രയത്നിക്കുന്നില്ല. നമുക്ക് മാറ്റം ഉണ്ടാവണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവണമെങ്കിൽ നമ്മൾ തന്നെ മാറ്റം കൊണ്ടുവരണം. അല്ലാണ്ട് ഒരിക്കലും നമ്മുടെ ജീവിതം നന്നായി കാണാമെന്ന് വെച്ചിട്ട് മറ്റൊരാൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നിട്ട് മാറ്റം ഉണ്ടാക്കുന്നില്ല. നമുക്ക് നമ്മുടെ രീതികളും നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകണമെങ്കിൽ, അതായത് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ നിലയിലേക്ക് എത്തണമെങ്കിൽ നമ്മുടെ ഇതുവരെയുള്ള ജീവിതത്തിൽ നിന്നും വ്യത്യസ്തമായി നമ്മുടെ പ്രതീക്ഷകളും നമ്മുടെ കഠിനമായ പ്രയത്നവും ഉണ്ടായിരിക്കണം. വെറും പ്രതീക്ഷ വെച്ചത് കൊണ്ട് മാത്രം ജീവിതത്തിൽ വിജയിക്കാനൊന്നും പറ്റുന്നില്ല. നമ്മൾ അതിനുവേണ്ടി പ്രയത്നിക്കുക തന്നെ വേണം. അല്ലാണ്ട് ഒരു മാറ്റവും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കില്ല. ഇപ്പോൾ തന്നെ ഇന്ന് കഴിഞ്ഞ ജീവിതത്തിൻ്റെ തുടർച്ചയാണ് നാളെ ആരംഭിക്കുന്നത്. അതൊരു തുടർച്ചയായിട്ടാണ് പോകുന്നത്. ആ ഒരു ദിവസം നമുക്കൊരു മാറ്റം കൊണ്ടുവരാൻ സാധിച്ച ആ മാറ്റത്തിലൂടെ ആയിരിക്കും പിന്നീട് അങ്ങോട്ടുള്ള നമ്മുടെ യാത്ര എന്ന് പറയുന്നത്. നമ്മുടെ ഒരു ദിവസത്തിൻ്റെ മൂഡ് എന്ന് പറയുന്നത് നമ്മളോട് നമ്മുടെ ആദ്യത്തെ ദിവസം എന്ന് പറയുന്നത് നമ്മുടെ രാവിലെ തന്നെ നമ്മൾ ഉറങ്ങി എണീക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾക്കതിന് ശേഷമുള്ള ആ ഒരു കുറച്ച് സമയത്ത് നമ്മുടെ ആദ്യത്തെ എക്സ്പീരിയൻസ് എന്താണോ, നമ്മൾ ആദ്യം എങ്ങനെയായിരിക്കുമോ നമ്മുടെ മൂഡ്, നമ്മൾ ആദ്യം ഉണ്ടാകുന്ന അനുഭവം എന്താണോ അതനുസരിച്ചിട്ടായിരിക്കും അന്നത്തെ ഒരു ദിവസം മുഴുവൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. ഒരു പക്ഷെ നമുക്ക് മറക്കാനാവാത്ത ഒരു അനുഭവമാണ് അന്ന് നൽകിയിട്ടുണ്ടാവുക എങ്കിൽ അത് കുറച്ച് ദിവസം കൂടി അതങ്ങനെ നീണ്ടു നിൽക്കും. അതിനെ ബേസ് ചെയ്തിട്ട് തന്നെയായിരിക്കും നമ്മുടെ പിന്നീട് അങ്ങോട്ടുള്ള ഓരോ കാര്യങ്ങളും, അതിനെക്കുറിച്ചുള്ള ടെൻഷൻ, ആവലാതികൾ, അങ്ങനെയായിരിക്കും നമ്മുടെ ദിവസങ്ങൾ മുമ്പോട്ട് പോകുന്നത്. അത്തരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അത് നമ്മളെ ബാധിക്കുന്നതാണോ, അത് നമ്മൾ അർഹിക്കുന്നതാണോ എന്ന് നമ്മൾ ആലോചിക്കുക. അത് നമ്മളെ ബാധിക്കുന്നതല്ല. അത് ആ ഒരു നമ്മളോടുണ്ടാകുന്ന ആ വിദ്വേഷം, അല്ലെങ്കിൽ നമുക്കെതിരെ ഉണ്ടാകുന്ന ആ നെഗറ്റീവുകൾ, അത് നമ്മളതിന് അർഹതപ്പെട്ടവരല്ല എന്ന് വിചാരിച്ച് നമ്മളത് അവിടെ വിടുക എന്നുള്ളത് തന്നെയാണ് പ്രധാന കാര്യം. ലൈഫിൽ ഒരിക്കലും ഈസി ആയിട്ട് സക്സസ് ആവാൻ ആർക്കും സാധിക്കില്ല. അങ്ങനെ സക്സസ് ആയിട്ട് വന്നവർ മുഴുവനും ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് തന്നെയാണ് അവർ ഓരോ മേഖലകളിലും ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നത്. ഇപ്പോൾ നമ്മളൊക്കെ കുടിക്കുന്ന വെള്ളം പോലും അത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട്, ചിലപ്പോൾ പാറക്കല്ലുകൾ വരെ നമുക്ക് അടിച്ച് നിരത്തേണ്ടതായിട്ട് വരും. ഒരു കിണറിങ്ങനെ കുത്തി കുത്തി പോകുമ്പോൾ ചിലപ്പോൾ കരിങ്കല്ലായിരിക്കും കിട്ടുക. പക്ഷേ ആ കരിങ്കല്ലിനപ്പുറം വെള്ളമില്ലാന്ന് വെച്ച് നമ്മളങ്ങനെ നിന്നാൽ നമുക്കത് ഉപകാരപ്പെടില്ല. പക്ഷെ പിന്നെയും നമ്മൾ അതിനെ തുരന്ന് അതിനടിയിലുള്ള ചിലപ്പോൾ ഏറ്റവും നല്ല ശുദ്ധമായ വെള്ളമായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. അങ്ങനെയാണ് ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ടാവും. ഏറ്റവും അടിത്തട്ടിലായിരിക്കാം നമ്മുടെ വിജയത്തിൻ്റെ താക്കോൽ സൂക്ഷിച്ചിട്ടുണ്ടാവുക. അവിടം വരേക്ക് എത്താനുള്ളത് ഒരുപാട് സങ്കടങ്ങളുണ്ടാവും, ഒരുപാട് വേദനകളുണ്ടാവും, ഒരുപാട് കഷ്ടപ്പാടുകളുണ്ടാവും. അതിനെയൊക്കെ നമ്മളിങ്ങനെ തട്ടിമാറ്റി മുമ്പോട്ട് പോകണം. അതുപോലെ തന്നെയാണ് ഈ സക്സസ് ആവാൻ എല്ലാവർക്കും പറ്റാറുണ്ട്. അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്താൽ തന്നെ എല്ലാവർക്കും പറ്റും. പക്ഷെ നമ്മൾ സക്സസ് ആയെന്ന് കാണുമ്പോൾ പിന്നെ അവിടെ നിലനിൽക്കാനുള്ള നെട്ടോട്ടമായിരിക്കും. അവിടെ അങ്ങനെ നിലനിൽക്കുക എന്നുള്ളതാണ് പ്രധാനം. ആ നിലനിന്നുകൊണ്ട് അതിനേക്കാൾ മികച്ചതിലേക്ക് എത്തിപ്പെടാൻ, അത് നിലനിർത്തിപ്പെടുക എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ്. സക്സസ് ആയതുകൊണ്ട് മാത്രം കാര്യമില്ല. അത് എന്നും അവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് അങ്ങനെ നിർത്താൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. ഈ കാലവും കടന്നു പോകും, ഈ ദിവസവും കടന്നു പോകും, നാളെ ഞാൻ വീണ്ടും ഒരാളായിരിക്കും എന്ന് നമ്മളിങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. പക്ഷെ ഒരു മാറ്റവും നമ്മുടെ ലൈഫിൽ വരാൻ പോകുന്നില്ല. നമ്മുടെ ലൈഫിൽ മാറ്റം വേണമെങ്കിൽ നമ്മൾ മാറേണ്ടിയിരിക്കുന്നു. നമ്മൾ തന്നെ മാറ്റം കൊണ്ടുവരണം. മറ്റൊരാൾക്കും ഒരിക്കലും മാറ്റം കൊണ്ടുവരാൻ സാധിക്കില്ല എന്ന കാര്യം ഓർമ്മിച്ചു കൊണ്ടേയിരിക്കണം നമ്മൾ.